ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഒരു ചെറിയ കുക്കിംഗ് ആയിട്ട് ഒരു പരീക്ഷണ കുക്കിംഗ് ആണ് കേട്ടോ. ഇന്ന് നമ്മളെ നെച്ചൂട്ടൻ ടൂറിന് പോയ ദിവസമാണ്. അപ്പോൾ നെച്ചൂട്ടൻ ഇന്ന് ടൂറായതുകൊണ്ട് ഓർക്ക് ബിരിയാണിയാണെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പം മുതൽ ഇവൾ പറഞ്ഞു നെച്ചൂട്ടൻ ടൂറിന് പോണ ദിവസം എനിക്കും വേണം ബിരിയാണിന്ന്. അപ്പം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാമ്പത്തികം ഇപ്പം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ സാധാരണക്കാരായത് കൊണ്ടും ഒരു പരീക്ഷണാർത്ഥം ഒരു ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. വെറുംചോറില്ലേ, നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ചോറില്ല, ആ ചോറിൻ്റെ ഒരു ബിരിയാണി. എന്തോ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പം ഇന്ന് നമ്മൾ സാധാരണക്കാരൻ്റെ സ്വന്തം ബിരിയാണിയായ സാധാ ചോറ് കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. പരീക്ഷണമാണ് കേട്ടോ. ഫെയിലാവോ വിജയിക്കോ ഫെയിലാവോ ഒന്നും അറിയില്ല. വിജയിക്കട്ടെ എന്നുള്ള ആശംസകളോടുകൂടി ഞാനങ്ങ് തുടങ്ങുകയാണ്. പടി തുടങ്ങട്ടെ, എന്നാൽ വരിക പോകുക. അപ്പം എല്ലാവരും വരിക, നമുക്ക് നോക്കട്ടോ ഉണ്ടാക്കുക എങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇത് മുന്നേ ആരെങ്കിലും പരീക്ഷിക്കണോ ഉണ്ടാക്കിക്കണോ അതൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ. ബിരിയാണി ഉണ്ടാക്കൽ ഇന്ന് അത്യാവശ്യ ഘടകമായതുകൊണ്ട് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. കുട്ടികൾക്ക് അതൊരു ബിരിയാണി കേടായാലും നന്നായാലും കുളമായാലും മക്കൾക്കൊരു ബിരിയാണി എന്ന് പറഞ്ഞാൽ കൊടുക്കാലോ. അത് നമ്മളെ മെയിൻ ഉദ്ദേശം. ആവശ്യമായ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ള അറിയില്ല. വല്യുള്ളിയും തക്കാളിയും ഉണ്ട്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ട്. അതുകൊണ്ട് അതും അങ്ങനെയെങ്കിലും ഒപ്പിച്ചങ്ങാറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പം ഓക്കെ, ഇപ്പം ഉണ്ടാക്കാൻ പോവുകയല്ലേ. പോരുക, നമ്മൾ പോകുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് സാധാ ചോറ് വെക്കുന്ന പോലെ വെക്കുക കേട്ടോ. ഇതെന്താവോ എന്തോ ഒന്നും അറിയില്ല. ആദ്യ പരീക്ഷണം ആയിക്കഴിഞ്ഞാൽ തിന്നുമ്പോഴറിയാം എന്തായി, കുളമായോ നന്നായോ എന്നുള്ളതൊക്കെ. ഇക്ക ഉള്ളി ഇടിക്കുന്നുണ്ട് ഇവിടെ. ഇതാണ്ടോ പാത്തുക്കുട്ടി അടുത്ത് നിൽക്കുന്നുണ്ട്. യൂണിഫോമിലായതുകൊണ്ട് പാത്തുക്കുട്ടീനെ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ കുറച്ച് ഇഞ്ചി കേട്ടോ. നമ്മൾ ഈ ഇഞ്ചി എന്താ അങ്ങനെയെന്ന് ചോദിക്കും എല്ലാവരും. ഇത് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇഞ്ചിയാണ്. വളമൊന്നും ഇട്ട് കൊടുക്കാതെ ഉണ്ടായിട്ടുള്ള ഇഞ്ചി കേട്ടോ. ഉണ്ടോ, ചുക്കായതൊന്നുമല്ല, നല്ല ഫ്രഷ് ഇഞ്ചി ഉണ്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഈ ഇഞ്ചി കുറച്ച് ചോറൊക്കെ വെന്തിക്കണം. സാധാ നമ്മൾ ഊറ്റുന്ന മാതിരി തന്നെ ഈ ചോറ് ഊറ്റിയെടുക്കുക കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടണം. മറന്നുപോയി, ഉപ്പിൻ്റെ കാര്യം മറന്നുപോയി. കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് വേവിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിടട്ടെ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഉപ്പിടണം കേട്ടോ. അതും കൂടെ ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പം പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അവിടെ തന്നെ വെക്കുക കേട്ടോ. ഇപ്പം ഒന്ന് വെള്ളത്തിലേക്ക് പിടിക്കട്ടെ. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. 3 സ്പൂൺ ഇട്ട് ഓയിൽ. എന്നിട്ട് നന്നായിട്ട് വെക്കുക. ഒരു ബിരിയാണീൻ്റെ ഒരു ചേലൊക്കെ വേണ്ട, അതിന് വേണ്ടിയിട്ട് കേട്ടോ ഓയിലൊക്കെ ഇട്ട് ഒന്ന് ഉസാറാക്കണത്. അല്ലാതെ ഓയിൽ ഇങ്ങനെ ഇത് മറ്റേ രസമാതിരി ആയിനപ്പോൾ. ഇപ്പം തന്നെ മക്കളെ ചോറ് വീണ് ഫോൺ ബിരിയാണി ആയിന്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഫോൺ ജീവനോടെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഫോൺ കിടന്ന് വെന്തിയും. തീ വേണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ അല്ലേ. സാധാ നമ്മൾ ചോറ് ഊറ്റുന്ന സമയത്ത് തന്നെ ഊറ്റിടുക. ചോറ് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ ഉപ്പൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, പാകപ്പാണ്. നമുക്കിനി ഇത് ചോറ് ഊറ്റിയെടുക്കും. സാധാ ഊറ്റുന്ന മാതിരി തന്നെ ഞാൻ ഊറ്റിയിട്ട്. നമ്മൾ ചോറ് സാധാ എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ തന്നെ. ഇനി ഇത് മുഴുവൻ ഊറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് തക്കാളി വെള്ളുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനൊക്കെ. ആദ്യം മല്ലിപ്പൊടി ഇടുക. ഒരു 2.5 സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. 2.5 സ്പൂണാട്ടോ ഇട്ടത്. അപ്പോൾ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണമായിട്ട് ഇളക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം നല്ലോണം മാറി വരുന്നത് വേണം നമുക്ക് മഞ്ഞൾപ്പൊടിക്കത്തിന് ഇട്ട് ആവശ്യത്തിന്. ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നല്ലോണം വേവിക്കുക. ഉപ്പുണ്ടോ നോക്കണം. എന്നിട്ട് ഇനി ഇതൊന്ന് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർക്കുക. അതിലിപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. പാകപ്പാണ് ഉണ്ടൊന്ന് ചേർക്കേണ്ട. നല്ലോണം വഴറ്റി കൊടുക്കുക. അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് ഗരം മസാലയാണ് ഇടേണ്ടത്. അപ്പോൾ ഗരം മസാല നോക്കിയപ്പോൾ ഗരം മസാല കാലി കാലി ഒന്നുമില്ല ഗരം മസാലയിൽ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഗരം മസാല ഇല്ലെങ്കിൽ എന്താ, നമ്മളിതിന്ന് പിന്മാറുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഗരം മസാല ഇല്ലാത്ത വിഷമത്തിൽ വീണ്ടും നടക്കുക. അങ്ങനെ അവസാനം ഇതൊരു പേസ്റ്റ് മാതിരി രൂപത്തിലായി. അയ്യോ, ശരിക്ക് ബിരിയാണി മസാല. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുളിക്ക് തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തൈരില്ലാത്തത് കൊണ്ട് തന്നെ പുളി വേണം. നമ്മൾ കുറച്ച് സുക്ക് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഒരു 3-4 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വരട്ടുക. എന്നിട്ട് ഇതൊക്കെ കിടന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ പിളപിളേന്ന് പറഞ്ഞ് ചിക്കൻ ഇട്ട് കൊടുക്കുക. മൊത്തം ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കുക. ഒരാൾ ഇതൊക്കെ നോക്കി ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എവിടെ നിൽക്കണേ ശുഭേ? വലുതായി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. നോക്കി പഠിക്കാനല്ലേ ചിക്കനൊക്കെ ഇട്ടിട്ട്. ഇത് നന്നായി ഉണ്ടാക്കിക്കൊണ്ടി, കുളായാജ് ഉണ്ടാക്കാൻ നിൽക്കണ്ട അല്ലേ ഗൈസ്. ഇത് ഞാൻ തന്നെ ഒരു പരീക്ഷണം നടത്തുക. പൂള് ഉണ്ടാക്കാൻ പഠിച്ചു കാണാം. വലുതായാൽ ഉണ്ടാക്കാനാണ് പരീക്ഷണേ. നമ്മളിത് ഒന്ന് നികത്തി കൊടുത്തു. ഇനി ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് വേവിക്കാം. തട്ടിൻ്റെ കോലം കണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെച്ച് ഇനി ഇതിവിടെ കിടന്ന് ഇങ്ങനെ വേവട്ടെങ്കിൽ കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട്
ഇതൊന്ന് നോക്കണം. കാരണം അടുപ്പത്തും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതൽ ഒക്കെ തെറ്റി പോകുകയാണല്ലോ ദാസ. അപ്പോൾ നന്നായിട്ട് ഇളക്കി മറിക്കുക ഫസ്റ്റൊക്കെ. പിന്നെ മറിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ അതൊക്കെ തൊടാനേ പോകും. അപ്പോൾ ഇതേപോലെ പിന്നെയും മൂടി വെക്കുക. മൂടുക തീ നോക്കുക. തീയൊക്കെ കറക്റ്റല്ലേ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തില്ലെങ്കിൽ സമാധാനമല്ല. അതാട്ടോ. ഇതാണ് നോട്ടെ ഐസ് ഉണ്ടോ. അരിനെല്ലിക്ക 2 ദിവസം മുന്നേ കുറച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിലും കുറച്ചുകൂടി ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ നെച്ചിട്ടൻ ടൂറിന് പോയതാണ്. മൂപ്പര് സ്കൂൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ്. അപ്പം ഞാൻ വാങ്ങി വെച്ചതാണ്. ഇത് മൊത്തം ഇത് കൊണ്ടുപോയി അവിടെ ആരും തിന്നണ്ടേന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച കുറച്ച് തരാറിട്ട്. ഇപ്പം പാത്തൊട്ടി എടുത്തോണ്ടാ നിൽക്കുക. എനിക്ക് തിന്ന് 1 തരുമോ, പിന്നെ 2 എണ്ണം തരുമോന്നായി. പിന്നെ ഇപ്പം ചോദിക്കാം 3 എണ്ണം തരുമോന്ന്. ഇതോളം തള്ളാറ് തീരുന്നു. കുറേ തിന്നണം കേട്ടോ. പാത്തൊട്ടി ഇഷ്ടം പോലെ തിന്നണം. നമ്മൾ നെല്ലിക്കൊക്കെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. നമ്മളെ പാത്തൊട്ടി എടുത്തോ തിന്ന്. ഒന്നെടുക്കേ, അവിടെ നിൽക്ക് നീഷുമോ ബേബിയെ. ഒന്നെടുക്കുന്നിട്ട് തിന്നാൻ നോക്കട്ടെ. തിന്നുമ്പോൾ എക്സ്പ്രഷൻ കണ്ടോ? എന്താണ് തിന്നേ? ഭയങ്കര പുളിയാട്ടോ. എന്നാലും വേണം ഒക്കെ തിന്ന അല്ലേ? എന്നാലും വേണം തിന്നണം അല്ലേ? എന്തൊരു പുളിയാന്നോ, ഭയങ്കര പുളിയുണ്ട്. എന്നിട്ട് ഓള് തിന്നൽ നിർത്തുന്നില്ല ഓള്. കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പതുക്കെ മുറിച്ചിടുക. ഒന്നുകൂടെ വെന്തിട്ട് നമുക്ക് നമ്മളെ ചോറ് ഇതിലേക്ക് മിക്സ് ആക്കാമെന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേത് നമ്മളെ ടേസ്റ്റ് വെറും ചോറായതുകൊണ്ട് അതിൽ ടേസ്റ്റ് കിട്ടൂലല്ലോ. അപ്പം ഞാനിതിലേക്ക് മിക്സ് ആക്കിയിട്ട് ചോറാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. ഒന്നുകൂടെ വേവുന്ന വരെ നമുക്കിതൊന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഉണ്ടോ? അത്യാവശ്യം അടുക്കി പിടിക്കുന്ന ലെവലായിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതിലൊന്ന് ചോറിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ചോറ് ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ കുക്കിങ്, ഞാൻ തന്നെ വീഡിയോ ചെയ്യും. അപ്പം ചോറ് ഇടുന്ന വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഞാനിതിൽ ഗരം മസാല ചേർക്കാത്തതിന് കാരണം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, തീർന്നു പോയിട്ടുണ്ട്. അപ്പം നിങ്ങളിതിൽ ഗരം മസാലയും കൂടെ ചേർക്കുക കേട്ടോ. എൻ്റെ ഇല്ലാത്തത് കാരണമാണ് ഞാൻ ചേർക്കാത്തത്. ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാത്തവർ ചേർക്കണം എന്നില്ല. ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ചേർക്കട്ടെ. അപ്പം ഞാൻ ഇത് എന്താക്കാണ്, ചോറ് ചേർക്കാൻ പോവാം. ഓക്കെ, ഞാൻ ചോറ് ചേർത്തിട്ട് പതുക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് എന്താവും എന്തും ഒന്നും എനിക്കറിയില്ല. ഒരു പരീക്ഷണം മാത്രം. അവസാനം തന്നെ ഇവിടുന്ന് ഓടിക്കോ ഒക്കെ കോളാക്കിയിട്ട് എന്നുള്ളത് മാത്രം അറിയില്ല. നമുക്ക് നമ്മളെ വീട്ടിലല്ലേ പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. ആൾക്കാരുടെ വീട്ടിൽ പോയി പരീക്ഷണം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ മഹേന്ദ്ര ബാഹുബലി. എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കണമെങ്കിൽ അല്ല ഇളക്കണമെങ്കിൽ ഈ ഒറ്റക്കൈയും വെച്ചിട്ട് കുറച്ച് പണി കേട്ടോ മക്കളെ. ഇത് ഇളക്കി മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഇളക്കി മിക്സാക്കി കഴിഞ്ഞിട്ട് അവസാനം കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ മിക്സായപ്പോൾ ഏകദേശം ഈ ലെവൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് തീ അണയ്ക്കാൻ പോകും കേട്ടോ. ഇനി തീൻ്റെ ആവശ്യമില്ല. അപ്പോൾ മറ്റേതിലേക്ക് വെക്കുക. മറ്റേത് വെച്ചാൽ ഇപ്പോൾ ചോറ് മൂക്ക് വെച്ച ചോറെല്ലാം കൂടെ കഞ്ഞിയാവും.
നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ അടിപൊളി കേട്ടോ, അടിപൊളി വെക്കണേ. ആ തര നിങ്ങൾക്ക് തിന്നാൽ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് പോത്തുട്ടി. ഞാൻ അതൊന്ന് ഇറക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. ചിക്കനൊക്കെ ഉണ്ട്. ചിക്കൻ കുറച്ചൊക്കെ കാലിൻ്റെ പീസൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്, അല്ലാത്ത പീസൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇനി ഫൈനൽ നമുക്ക് ഇക്ക തിന്നുമ്പോൾ എങ്ങനെയുണ്ട് എന്തുണ്ട് കാട്ടുമെന്നൊന്നും അറിയില്ല. ഞാൻ തിന്നു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായി. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ ബാക്കിയുള്ളവർ തിന്നുമ്പോൾ എന്ത് പറയുന്നൊന്നും അറിയില്ല. നമുക്ക് ഓല് തിന്നുമ്പോൾ ഓലോടും കൂടെ ചോദിച്ചു. അപ്പോൾ തൽക്കാലം ഇത് മൂടി വെക്കുക, എന്നിട്ട് ഇതിലേക്കുള്ള കെച്ചപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ. നിഷ് ബേബിക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നിഷ് ബേബി തിന്നാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തിന്നോക്കിയാ നിഷ് ബേബി, തിന്നോ. ഞാൻ ഉണ്ടെന്ന് പറയട്ടോ. തിന്നിട്ട് അടിപൊളിയാക്കണം. ചമ്മന്തിയോ? ഇത് ചമ്മന്തി, തേങ്ങ ചമ്മന്തിയും തൈരുമാണ് കേട്ടോ. ഏണ്ട് ഇതെന്താ സാധനം? എന്താ? ബിരിയാണി. ബിരിയാണിൻ്റെ ടേസ്റ്റാ? എരുണ്ടോ? എരില്ലേ? കുറച്ചൊക്കെ എരുണ്ടോ? നമുക്ക് ഭക്ഷണം അയച്ചു നോക്കാം കേട്ടോ. ചമ്മന്തി കുറച്ച്, തൈര് കുറച്ച്, എല്ലാം കൂടെ ചേർത്തൊന്ന് ഒരു പിടി പിടിക്കുക. അടിപൊളി, ഭയങ്കര ടേസ്റ്റ്. ബിരിയാണീനെ കവച്ച് വെക്കും, അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പരീക്ഷണം എന്തായാലും പാഴായില്ല, അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് നിഷ് ബേബിക്ക് ഒന്ന് ബിരിയാണി തിന്നണം, ഒന്ന് നെച്ചുട്ട എന്നത് ബിരിയാണി എന്നുണ്ട്. അപ്പോൾ എനിക്കും വേണം ബിരിയാണി. ഇപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇക്ക ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷണം ചെയ്തൊക്കെ ചെയ്താ. അപ്പോൾ അടിപൊളി ബിരിയാണി തന്നെ, ഒരു മാറ്റമില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, മാഷാഅല്ലാഹ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആട്ടോ, ചെയ്തൊക്കെ ഉണ്ട്, അടിപൊളി. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കിയത് നമ്മൾ സ്റ്റോർ തൈട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, പറയാൻ വയ്യ. പിന്നെയും ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ പറയാം, അടിപൊളി. എന്തായാലും ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. വലിയ ചിലവൊന്നും ഇല്ലല്ലോ, ബിരിയാണി അരി വാങ്ങാണ്ട് നമ്മൾ സ്റ്റോർ തൈ ഉണ്ടെങ്കിൽ അടിപൊളി. പക്ഷേ എന്താ വെച്ചാൽ അധികം വേവില്ലാതെ എടുക്കണം, ഒരു 3/4 വേവിലെടുക്കണം, എന്നാൽ മാത്രമേ ഇതിങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചണ്ടി പോലെ കുഴഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഗരം മസാലേൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഗരം മസാല ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു കുറവെന്നല്ല, അത്രയ്ക്ക് ടേസ്റ്റ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ സാധാരണക്കാരൻ്റെ ബിരിയാണിയാണിപ്പോൾ ഇത്, സാധാരണക്കാരൻ്റെ ബിരിയാണി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി. തന്നെ ഒരു കപ്പലൊടിക്കാനുള്ള വെള്ളം പറയുമ്പോൾ ആയാൽ അത്രയ്ക്ക് ടേസ്റ്റ്, മാഷാഅല്ലാഹ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ, സീ യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.